നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളും കഴിഞ്ഞല്ലോ. ഇനി ആകെ അവശേഷിക്കുന്നത് 3 മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ 2 സെമി ഫൈനലുകൾ. അത് 2 വാദമായിട്ടെടുത്ത കറക്റ്റ് 5 കളികൾ. എന്ത് സംഭവിക്കും, ആര് കിരീടമുയർത്തും? സ്വാഭാവികമായിട്ടും ഫുട്ബോൾ പ്രേമികൾ ചർച്ചയിലാണ്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഏറ്റവും പുതിയ പവർ റാങ്കിങ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതിലൊക്കെ ഉണ്ടാവും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യം സെമി ഫൈനലിൻ്റെ സമയക്രമം, അതുപോലെ തന്നെ അതിൻ്റെ വേദികൾ എങ്ങനെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ലെഗിൽ സ്വന്തം മൈതാനത്ത് കളിക്കാൻ പറ്റുന്നവർക്ക് അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. അതാർക്കാണ്, എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യ മത്സരം ഏപ്രിൽ 28 രാത്രിയാണ്. PSG മൈതാനത്താണ്. പാരീസ് സെൻ ജർമ്മൻ്റെ മൈതാനത്ത് പാർക്ക് ഡെസ് പ്രിൻസസിൽ PSG ബയേണും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇന്ത്യൻ സമയം പറഞ്ഞാൽ 29 പുലർച്ചെ 12:30 കളി. അടുത്ത സെമി ഫൈനൽ മത്സരം ഏപ്രിൽ 29 ഇന്ത്യൻ സമയം പറഞ്ഞാൽ ഏപ്രിൽ 30 പുലർച്ചെ 12:30 മെട്രോപൊളിറ്റനോയിൽ അത്ലറ്റിക്കോ മാഡ്രിഡും ആഴ്സണലും തമ്മിൽ ഏറ്റുമുട്ടും. അപ്പോൾ ഈ രണ്ടാം പാദത്തിൽ സ്വന്തം മൈതാനത്ത് കളിക്കുന്നത് ആഴ്സണലും ബയേണുമാണ് എന്നർത്ഥം. രണ്ടാം പാദം മെയ് 6 പുലർച്ചെ 12:30 ആഴ്സണലും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുമ്പോൾ മെയ് 7 പുലർച്ചെ 12:30 ബയേണും PSG തമ്മിൽ ബയേണിൻ്റെ മൈതാനത്ത് ഏറ്റുമുട്ടുകയും ചെയ്യും. അപ്പോൾ സംഗതി ഈ രണ്ടാം ലെഗ് സ്വന്തം മൈതാനത്ത് കളിക്കുന്നതിൻ്റെ ആനുകൂല്യം ആഴ്സണലിനും ബയേണിനുമാണ്. ഇനി 4 ടീമുകൾ. ഇതിലേറ്റവും കൂടുതൽ കിരീട സാധ്യത ആർക്ക്? പവർ റാങ്കിങ് നമ്മൾ കുറേ ടീമുകൾ വെച്ച് ആരംഭിച്ച് ഇപ്പോൾ 4 ടീമുകളിലേക്ക് ചുരുങ്ങുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ താഴെ നിന്നാണ് നമ്മൾ തുടങ്ങുക. 4ാം സ്ഥാനത്തുള്ള ടീം, അതായത് നിലവിൽ കിരീട സാധ്യത കുറഞ്ഞ ടീം അത്ലറ്റിക്കോ മാഡ്രിഡ്. നമ്പർ 4, പവർ റാങ്കിങ്ങിൽ നമ്പർ 4 നമ്മൾ കാണുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിനെയാണ്. എൽ ചോലോക്ക് ഇത്തവണ വെഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടാൻ പറ്റിയാൽ അതൊരു വല്ലാത്ത കഥയായിരിക്കും. അത്ലറ്റിക്കോ മാഡ്രിഡിൽ അദ്ദേഹം ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ലെഗസി മറ്റൊരു തലത്തിലേക്ക് വർദ്ധിക്കുകയും ചെയ്യും. പക്ഷേ എതിരാളികളായിട്ടുള്ളത് ആഴ്സണലാണ് എന്ന കാര്യം ഓർക്കുക. ഈ സീസണിൽ മിന്നും ഫോമിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പോർട്ടിങ്ങിനോട് അത്ര ആധിപത്യത്തോടു കൂടിയല്ല ജയിച്ചതെങ്കിൽ പോലും അവർക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത നമ്മൾ കണക്കാക്കുന്നത് എന്നുള്ളത് കൊണ്ട് പുറത്താവാനുള്ള സാധ്യത കൂടുതലാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്. സെമിയിൽ വീണേക്കാം 4ാം സ്ഥാനത്ത്. പക്ഷേ പേഴ്സണലി ഞാൻ പറയട്ടെ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഡിയേഗോ സിമിയോണിയുടെ കുട്ടികൾ കിരീടം ചൂടുകയാണെങ്കിൽ അതൊരു വല്ലാത്ത കഥയായിരിക്കും. ദെൻ പവർ റാങ്കിങ്ങിൽ 3ാമത് ബയേൺ മ്യൂണിക്ക്. തീർച്ചയാണ് പലർക്കും ഈ ഒരു റാങ്കിങ്ങിൽ ഈ ഒരു സ്ഥാനം ബയേണിന് കൊടുക്കുന്നതിൽ എതിർപ്പുണ്ടാകും. ബയേണിന് 1ാം സ്ഥാനം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സീസണിൽ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ബയേൺ മ്യൂണിക്ക്, സ്വന്തം മൈതാനത്ത് അങ്ങനെ തോറ്റിട്ടില്ലാത്ത ബയേൺ മ്യൂണിക്ക്, ആ ബയേൺ മ്യൂണിക്കിനല്ലേ താൻ 3ാം സ്ഥാനം കൊടുക്കുന്നത് ചോദിക്കാൻ ആളുണ്ടാവും. പക്ഷെ മറുഭാഗത്ത് PSG ആണ് എന്നുള്ളത് പരിഗണിച്ച് തന്നെയാണ് ഞാനിത് കൊടുക്കുന്നത്. ബയേൺ മ്യൂണിക്ക് 3ാമത്. മനസ്സിലാക്കേണ്ട കാര്യം, റയലല്ല PSG. എന്താ അങ്ങനെ ഒരു വർത്താനം? റയൽ UCL കിങ്സ് അല്ലേ എന്നൊക്കെ ചോദിക്കും. ശരിയാണ്, റയലിൻ്റെ ചരിത്രം വളരെ വലുതാണ്. പക്ഷേ ഇപ്പോൾ ആ ടീം ബാലൻസ്ഡ് ആണോ എന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. തിബോട്ട് കോർട്ടുവയെ പോലുള്ള ഗോൾ കീപ്പർ പുറത്തിരുന്നതും അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അവർ വീണുപോയത്. നല്ല ഫൈറ്റ് കൊടുത്തു ബയേണിനെതിരെ റയൽ മാഡ്രിഡ്. പക്ഷേ PSG അങ്ങനെയല്ല, നല്ല കംപ്ലീറ്റ് പെർഫോമൻസ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്മാൻ ഡെംബെലെ വീണ്ടും മിന്നും ഫോമിലേക്കൊക്കെ മാറിയിട്ടുമുണ്ട്. സോ ബയേൺ PSG മുന്നിൽ വീഴാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. അപ്പോൾ പവർ റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക്ക്. പവർ റാങ്കിങ് 2ാം സ്ഥാനത്ത് ആഴ്സണലാണ്. ആഴ്സണൽ അറിയാലോ, സീസണിൽ പ്രീമിയർ ലീഗിൽ കുതിക്കുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ കുറച്ച് ബോട്ടിലിംഗ് എന്ന് എതിരാളികൾ കളിയാക്കുന്ന പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ തന്നെ വളരെ ആധിപത്യത്തോടു കൂടി വന്ന ടീം ഇപ്പോൾ സ്പോർട്ടിങ്ങിനെ മറികടക്കാനൊന്ന് ബുദ്ധിമുട്ടുന്നതും കണ്ടു. എന്നാൽ പോലും മൈക്കൽ ആർട്ടറ്റയുടെ കുട്ടികൾക്ക് നല്ല സാധ്യത കാണുന്നു. അവർ 2ാമത് വരുമ്പോൾ 1ാമത് PSG ആണ്, പാരീസ് സെൻ ജർമ്മനാണ്. വാവ്, കഴിഞ്ഞ തവണ കിരീടം ചൂടി അതേ PSG തന്നെ താൻ വീണ്ടും കിരീടം കിട്ടുമെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കാൻ ആളുണ്ടാവും. പക്ഷേ ഇപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രകടനം കാണുമ്പോൾ
ലൂയിസ് എൻറിക്കെ പോലുള്ളൊരു കോച്ച് ബാക്ക് ടു ബാക്ക് UCL കിരീടങ്ങൾ ചൂടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇതാണ് നമ്മുടെ പവർ റാങ്കിങ്. നമ്പർ 1 PSG, നമ്പർ 2 ആഴ്സണൽ, നമ്പർ 3 ബയൺ മ്യൂണിക്ക്, നമ്പർ 4 അത്ലറ്റിക്കോ മാഡ്രിഡ്. ഈ 4 ടീമുകൾക്കും കിരീട സാധ്യതയുണ്ട്. ഒന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. ബട്ട് ഇപ്പോൾ ഏറ്റവും അധികം കിരീട സാധ്യത കാണുന്നത് PSG കാണുന്നത് മാത്രം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.